നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ADGP MR അജിത് കുമാർ ആണ് എന്ന വെളിപ്പെടുത്തലുമായി HRDS സെക്രട്ടറി അജി കൃഷ്ണൻ രംഗത്ത് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ നേരിട്ട് രംഗത്തെത്തി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. എപ്പോഴെല്ലാം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമോ അപ്പോഴെല്ലാം തന്നെ തെളിവുകൾ സഹിതം നിരത്തി രംഗത്ത് വരാൻ ആർജവം സ്വപ്ന സുരേഷ് കാണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ADGPയുമായി ബന്ധപ്പെട്ട് ചുറ്റി നടക്കുന്ന ഈ ഒരു കാര്യവും സ്വപ്ന സുരേഷിന് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മിണ്ടരുത് എന്ന് ഷാജൻ കിരൺ വഴി കേസിലെ പ്രതി സ്വപ്ന സുരേഷിനോട് പറഞ്ഞിരുന്നു. സ്വപ്നയോട് സംസാരിക്കുന്നതിനിടെ ഷാജന് ADGPയുടെ ഫോൺ കോൾ വന്നുവെന്നും HRDS സ്റ്റാഫ് ഇതിന് സാക്ഷികളാണെന്നും HRDSന്റെ ജനറൽ സെക്രട്ടറി അജയ് കൃഷ്ണൻ പ്രതികരിച്ചു. അന്ന് ഷാജ് കിരൺ സ്വപ്നയെ കാണാൻ വന്നിരുന്നപ്പോഴാണ് നിരന്തരം ADGPയുടെ കോള് വന്നത്. ADGP വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ഷാജ് കിരൺ ഫോൺ കാണിക്കുകയും ചെയ്തു. നിങ്ങൾ മറുപടി തരൂ എന്ന് പറഞ്ഞ് സ്വപ്നയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ വിഷയത്തിൽ സ്വപ്നയെ നിശബ്ദയാക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശം. അന്ന് ഷാജ് കിരൺ വന്ന വിഷയം സ്വപ്ന പാലക്കാട് HRDSന്റെ ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞതാണ്. അതിന്റെ ഓഡിയോ ഉൾപ്പെടുന്ന രേഖകൾ അന്ന് പുറത്തുവിട്ടതും അജയ് കൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ തന്നെ MR അജിത് കുമാർ വിജിലൻസ് മേധാവിയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്വപ്ന സുരേഷിനെ ഷാജ് കിരൺ വഴി അന്വയിപ്പിക്കാൻ ശ്രമിച്ചതിന് അജിത് കുമാറിനെ സ്ഥലം മാറ്റിയിരുന്നു. ഏറെ വിവാദമായ കേസിൽ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ നിർദ്ദേശമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് ഇടപെടുമോ എന്ന സംശയവും അന്ന് ഉയർന്നിരുന്നു. അന്ന് വളരെ നാടകീയമായാണ് വിജിലൻസ് ഡയറക്ടറെ മാറ്റിയത്. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് പുതിയ തസ്തിക പോലും നൽകാതെ MR അജിത് കുമാറിനെ മാറ്റിയത്. ഷാജ് കിരണും അജിത് കുമാറും തമ്മിൽ നിരവധി തവണ സംസാരിച്ചുവെന്ന ഇന്റലിജൻസ് കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഫോൺ വിളിയിൽ മാത്രമല്ല സരിത്തിനെ നാടകീയമായ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തതിലെ തിടുക്കവും മറ്റൊരു കാരണമായി പറഞ്ഞിരുന്നു. തന്റെ രഹസ്യമൊഴി പിൻവലിക്കാനാണ് ഷാജ് കിരൺ എത്തിയതെന്നും മുഖ്യമന്ത്രിയുടെ ദൂതനാണ് എന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഷാജ് കിരണും രണ്ട് ADGPമാരും നിരവധി തവണ ഫോണിൽ സംസാരിച്ചുവെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തത് എന്നായിരുന്നു ആരോപണം. ഇത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. ഒപ്പം അജിത് കുമാർ, വിജയ് സാഖറെ എന്നീ ADGPമാർ വിളിച്ചിരുന്നതായും ഷാജ് കിരൺ പറയുന്നതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇനി അറിയേണ്ടത് സ്വപ്നയുടെ പ്രതികരണമാണ്. സ്വപ്ന എന്തായിരിക്കും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, സ്വപ്നയുടെ പ്രതികരണം എന്തായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്.